നമുക്ക് പെണ്ണ് മാറിപ്പോയോ എന്ന് തന്നെ എന്റെ ബലമായ സംശയം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ആദ്യ രാത്രി ആയപ്പോഴാണോ പെണ്ണ് മാറിപ്പോയെന്ന് പറഞ്ഞു വരുന്നേ? നിങ്ങൾ അവളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോൾ അവളുടെ ലുക്ക് വെച്ച് എന്റെ മനസ്സിലുണ്ടായ ഇമേജിന്റെ സ്വഭാവം അതിതല്ല. താൻ ആ സാരിയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട ഫോട്ടോ, പിന്നെ ആ ചുരിദാറിലിങ്ങനെ ഷാള് അടുക്കി പിൻ ചെയ്ത് വെച്ച്, അത് കണ്ടപ്പോ ഞാനൊരു കുലസ്ത്രീയാണെന്ന് തനിക്ക് തോന്നിയോ? എന്നാലേ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ ഫോട്ടോസിലേ ഏറ്റവും അടക്കം ഒതുക്കം ഉള്ളതാണ് തനിക്ക് എന്റെ വീട്ടുകാർ അയച്ചു തന്നത്. ഞാൻ വേറെ കാണിച്ചു തരാം. ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാൻ പോക്ക് കേസാണെന്ന് തോന്നുന്നുണ്ടോ? തന്നോടൊന്ന് സംസാരിക്കണോ ഞാൻ 100 വട്ടം വീട്ടുകാരോട് പറഞ്ഞതാ. അവരുഴപ്പി. പിന്നെ ഫോട്ടോ കണ്ട് ജഡ്ജ് ചെയ്ത് താനും അങ്ങ് എസ് പറഞ്ഞു. ഫോട്ടോ ഒക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് അമലിനോടൊന്ന് സംസാരിക്കണം. ഒന്ന് സംസാരിക്കാതെ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? ഒന്നാമത് ഞാൻ അറേഞ്ച് മാരേജ് റെഡി അല്ല. നിനക്ക് എന്താ അത്ര ചോദിക്കാനുള്ള? കൊണ്ടുവരുന്ന ആലോചനയൊക്കെ നീ ഇങ്ങനെ സംസാരിക്കാൻ പോയിട്ടാ മുടങ്ങുന്നത്. നിന്നെ അവർക്ക് നല്ല ബോധിച്ചു. മാവനും അമ്മയും ഇന്ന് നടത്തുകയും ചെയ്യും. അമ്മ എങ്ങനെ ഒന്നും പറ. പയ്യനെ അറിയാതാണോ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുന്നേ? എന്തോന്ന് പറയാൻ, അവൻ പറഞ്ഞതാ ശരി. നീ ആണുങ്ങളോട് എന്തൊക്കെയാ ചോദിക്കുന്നത്? അവരൊക്കെ നിന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാണോ വരും. പിന്നെ നീ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഒറ്റൊരു പോക്ക. പിന്നെ ഒരു കോള് പോലും കാണത്തില്ല. അല്ല, ഇതിനു വേണ്ടി നീ എന്തോ അവരോട് ചോദിക്കുന്നേ? അമ്മ എന്തായി പറയുന്നേ? മനസ്സോളം സംസാരിക്കാതെ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? നീ വേണ്ടാത്ത എന്തൊക്കെയാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്? അതെനിക്ക് ഉറപ്പാ. ഓഹോ അമ്മ, അല്ലെങ്കിൽ തന്നെ അവർ ഫോട്ടോ നോക്കി എസ് പറഞ്ഞതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. നീയായിട്ട് ഇനി ഒരു കുഴപ്പവും കണ്ടുപിടിക്കണ്ട. ഇനി അഥവാ നിനക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് നോക്കാം. അതും പോട്ടെ, ഞാൻ കഷ്ടപ്പെട്ട് ബ്രോക്കറിന്റെ തന്നെ നമ്പർ മേടിച്ചിട്ട് ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. താൻ എന്താ ചെയ്തേ? എന്റെ രഹസ്യ ബന്ധം കണ്ടുപിടിക്കാൻ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. ഹലോ, താൻ വന്നോ? ഞങ്ങളിവിടെ എത്തി. ഞാൻ ഇവിടെ 2 മുളയുടെ നടുക്ക് നിൽപ്പുണ്ട്. ഞങ്ങളിവിടെ വണ്ടിയുടെ നിൽപ്പുണ്ട്. അങ്ങോട്ട് വരാം. ചേച്ചി ഉണ്ടോ? ഞാൻ തനിക്ക് സംസാരിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാ മോളെ അവനോട് ഒറ്റയ്ക്ക് പോവാൻ. അപ്പൊ അവനെ എന്നെയും കൂടി പിടിച്ചോണ്ട് വന്നത്. അല്ല, ഒറ്റയ്ക്ക് വന്നാൽ താനെന്ത് കരുതും? അതാണ് ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നത്. അത് നന്നായി. ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പാടില്ല എന്നാണല്ലോ. അത് കൊള്ളാം. ഞാൻ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നതിന് എന്നെ കളിയാക്കിയിട്ട് താൻ തന്റെ ചേട്ടനെ വിളിച്ചോണ്ടാണല്ലോ വന്നിരിക്കുന്നത്. അടക്കവും ഒതുക്കവും അനുസരണയാണ് തന്റെ മെയിൻ അല്ലേ? ചേട്ടനാ എവിടെ? ദോ ഹായ്. എല്ലാരും ഉണ്ടല്ലോ. എങ്ങനെ എത്തി? അതാ ഞാനിതുവഴി വന്നപ്പോ എവള് പറഞ്ഞു അളിയനെ കാണണ്ടെന്ന്. അങ്ങനെ ചുമ്മാ വെറുതെ വന്നതാ. മോക്ക് എന്താ സംസാരിക്കേണ്ടെന്ന് ബ്രോക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മോളെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അത് ചേച്ചി, ഞാൻ പുള്ളിയോട് സംസാരിക്കണമെന്നാ പറഞ്ഞത്. എല്ലാരോടും സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവള് വെറുതെ നിങ്ങളൊന്നും കാര്യമാക്കണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ, ഇന്നത്തെ കാലമല്ലേ. പെൺകുട്ടിയൊക്കെ വല്ല രഹസ്യബന്ധോ വല്ലതും ഉണ്ടെങ്കിലോ അത് പറയാനാണ് വിളിച്ചതെങ്കിലോ. പാപം പറഞ്ഞു ചേച്ചിയുടെ വാ, എല്ലാം മൂന്നാമതൊരാളും കൂടെ അറിയുന്നത് നല്ലതല്ലേ. ഏയ്, അവക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ അവള് ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ. പയ്യൻ എങ്ങനെയൊക്കെയാണെന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നാ. അത്രേ ഉള്ളോ? മോള് പേടിച്ചു പോയോ? ദേ നോക്കിയേ, കൈയും കാലും ഒക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ. കൂടാതെ സൽസ്വഭാവിയല്ലേ, കണ്ടാ തന്നെ അറിഞ്ഞൂടെ നല്ല പയ്യനാ. അളിയൻ പെർഫെക്റ്റാ, കണ്ടല്ലോ. അപ്പൊ ഇനി കല്യാണത്തിന് കാണാം. ശരി. മാമൻ എന്നെ വിളിച്ചു പറയുന്ന ഒന്നുമില്ല. നിന്റെ അടുത്ത് ആരാ പയ്യനെ വിളിച്ചു പോയി കാണാൻ പറഞ്ഞത്? നിങ്ങളായിട്ട് ആ പയ്യനോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. അതാ ഞാൻ പോയത്. നിനക്ക് പയ്യനോട് പറയാൻ എന്താ ഇത്ര മുട്ടിവെക്കുന്നേ? അമ്മ, എവള് ഓരോ കാരണങ്ങളുണ്ടെത്തുക. അവര് കരുതി ഇവൾക്ക് വേറെ എന്തോ ബന്ധമുണ്ടെന്ന്. അത് പറയാൻ വിളിപ്പിച്ചെന്നാ അവര് കരുതിയത്. സമയത്തിന് ഞാനവിടെ എത്തിയോണ്ട്. ഈശ്വരാ, നിനക്ക് എന്തോ പെണ്ണേ, നിനക്ക് ഒരു ബന്ധം ഒന്നും ഒത്തു വന്നപ്പോ. എന്തൊക്കെ വന്നാലും എവൾ അവനുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കരുത്. നീ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിയോട് സംസാരിച്ചാൽ മതി. ആ മതി. ലാസ്റ്റ് അയാൾ എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ നിന്നെ കൊന്ന് ഞാനും ചാവും. നിന്നെ ഒരു നല്ല വീട്ടിൽ എത്തിക്കാനാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ. എനിക്ക് കാര്യം മനസ്സിലായമ്മ. എവളുടെ ഫെമിനിസ്റ്റ് തിയറി ആ പയ്യനെയും കൂടി പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുക അവള്. അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാ എന്റെ തുണി ഒന്ന് കഴുകിട്ട എവളുടെ ചോര തിളക്കുമല്ലോ.
അതാ ഇവൾക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് വരുന്ന പയ്യന്മാരോട് പറഞ്ഞിട്ടാ എല്ലാരും ഓടുന്നത്. ഇപ്രാവശ്യം അത് പറയാൻ നമ്മൾ സമ്മതിച്ചില്ലല്ലോ, അതാ അവളുടെ പ്രശ്നം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഡി ഫെമിനിച്ച് കളിച്ച് ഈ ബന്ധം കൂടെ നീ മുടക്കിയുണ്ടല്ലോ, മാമൻ എപ്പോഴും നമ്മളെ സഹായിച്ചൊന്നും വരത്തില്ല. പുള്ളിക്കൊരു കുടുംബമുണ്ട്. നിന്റെ സ്വപ്നത്തിലൊരു ഭർത്താവിനെ കൊണ്ടുവരാൻ നിന്റെ അച്ഛനും ജീവിച്ചിരിപ്പില്ല. അതും കൂടെ ഒന്ന് ഓർക്കണേ മോളെ. എന്നിട്ട് ഞാൻ ധൈര്യം സംഭരിച്ച് ഒരു രാത്രി തന്നെ വിളിച്ചു. എന്നിട്ട് താൻ എന്താ ഫോണിൽ ചെയ്തേ? കുടുംബശ്രീ യോഗം പോലെ വിളിച്ച് തന്റെ അമ്മയും ചേച്ചിയെ ആഡ് ചെയ്ത് ഒന്നും പറഞ്ഞിട്ട് എന്റെ മാമനെയും ചേട്ടനെയും അമ്മയൊക്കെ അത് ആഡ് ചെയ്യിപ്പിച്ചു. എല്ലാരോടും ഇരിക്കുമ്പോ ഞാനത് അതിനോട് ചോദിക്കണ്ടേ? ആ ഇപ്പൊ എല്ലാരും കണക്ട് ആയി. ആ പറഞ്ഞോളൂ, എന്താ പറയാനുള്ളത്? ഞാൻ വിചാരിച്ച് എല്ലാരും കൂടെ ആഡ് ചെയ്ത് ഈ കോളങ്ങ് പൊളിക്കാതെ. എങ്ങനെയുണ്ട് സർപ്രൈസ്? താൻ ധൈര്യമായിട്ട് പറഞ്ഞോ. അവരെല്ലാരും മ്യൂട്ടിലാ. എല്ലാരും ഒന്ന് പരസ്പരം പരിചയപ്പെട്ടിരിക്കാലോ. പിന്നീട് ഞാൻ അറിയുന്നത് കല്യാണ തീയതി എടുത്തുന്ന. പയ്യനും പെണ്ണും സംസാരിക്കാതെ കല്യാണ തീയതി എടുക്കൂ? തനിക്ക് എന്നോട് എന്താ സംസാരിക്കാനുണ്ടായിരുന്നു? അത് ഇപ്പോഴാണോ ചോദിക്കുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ? എന്ത് കഴിഞ്ഞെന്ന്? ഞാൻ നിന്നെ തൊട്ടിട്ട് പോലും ഇല്ല. അനാവശ്യം പറയല്ലേ? അതല്ല, കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ ഞാൻ നല്ല ടയർഡാ, നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ സംശയം ചോദിച്ചോട്ടെ? എന്താ? നീ മറ്റേതാ? എന്ത്? ഫെമിനിസ്റ്റ്? ആ, ഞാൻ ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തേ? ഒന്നുമില്ല, കിടന്നുറങ്ങിക്കോ. താൻ ഉറങ്ങുന്നില്ലേ? എന്റെ ഉറക്കം പോയി. ഈശ്വര, കല്യാണത്തിന് മുമ്പ് ഇവൾ എന്തായിരിക്കും എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നത്? ചോദ്യം ഉത്തരം എല്ലാം കൂടെ ആയിട്ട് എൻ്റെ ലൈഫ് ഒരു കോടീശ്വരൻ എപ്പിസോഡാവുന്നാണ് തോന്നുന്നു. ഇഡിയറ്റ്. ലുക്ക് നോക്കി എസ് പറഞ്ഞു. അന്നേ സംസാരിച്ചിരുന്നെങ്കിൽ ഇവളെൻ്റെ തലയിലാവത്തില്ല. എന്താ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അമ്മ 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 എന്താ അമ്മ? എന്താ ഇവിടെ ബഹളം? ഈശ്വര, കല്യാണം നടക്കാതിരുന്ന പെണ്ണ് കിട്ടിയപ്പം ബോധമില്ലാതെ ചെറുക്കം വല്ലതും ചെയ്തോ എന്തോടി? അമ്മ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കാതെ വാ, അങ്ങോട്ട് പോയി നോക്കാം. എന്താടാ? അമ്മ, ചേച്ചി, അവളുടെ തല നോക്ക്. താനെ താനെ